അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ CBI അന്വേഷണം വേണമെന്ന് KM ഷാജി ആവശ്യപ്പെട്ടു. കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. മുസ്ലിം ലീഗും പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഷാജി പറഞ്ഞു. അൻവർ തന്നെ മെനഞ്ഞാന്ന് പത്രക്കാരെ കാണുന്ന സമയത്ത് പറഞ്ഞത്, ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങളിത് വിശ്വസിക്കാതിരിക്കരുത്. ഞാൻ ഇന്നലെ അത് കോട്ട് ചെയ്തിരുന്നു. എന്നുവെച്ചാൽ അൻവറിന് തന്നെ ഒരു വിശ്വാസമില്ലേ വേണ്ട. കാരണം പിന്നെ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ വീട്ടിന് മുമ്പിൽ കരിമ്പുലി കണ്ടു. പിന്നെ ജപ്പാനിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ എന്നൊക്കെ പറയുന്ന വർത്താനം തന്നെയാണ് ഇതും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടെന്നാണ് പത്രക്കാരോട് നേരത്തെ തന്നെ അദ്ദേഹം ഒരു ജാമ്യം എടുക്കുന്ന പോലെ പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ കണ്ടുവന്ന അൻവർ പത്രക്കാരോടാണ് ചൂടാവുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് ഓർക്കണമെന്നാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച കമ്മ്യൂണിസ്റ്റ് സർക്കാർ കാശിക്ക് പോയിരുന്ന, അതല്ലെങ്കിൽ പിന്നെ മസനഗുഡി വഴി ഊട്ടിക്ക് പോയോ? കഴിഞ്ഞ ആഴ്ചയും കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അൻവർ ഈ പരാക്രമങ്ങൾ നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലായിരുന്നോ ഇവിടെ ഉണ്ടായിരുന്നത്? അത് അദ്ദേഹം വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പറഞ്ഞത് ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറയുന്നതെന്നാണ്. എന്നിട്ട് പറയുന്നത് ഞാനൊരു സഖാവാണ്. ഇതാണോ കമ്മ്യൂണിസ്റ്റ് രീതി എന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞത് ഞാൻ പരാതി കൊടുത്തു, എല്ലാം തീർന്നു എന്നാണ്. എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. പരാതി കൊടുക്കാനായിരുന്നോ കലക്ടറുടെ ഓഫീസിൻ്റെ മുമ്പിൽ പച്ചക്ക് പട്ടാപ്പകൽ ഇദ്ദേഹം കസേരട്ടിരുന്നത്? ഈ പരാക്രമങ്ങൾ മുഴുവൻ നടത്തിയത് ഇത് ആദ്യം ചെയ്യായിരുന്നല്ലോ. പാർട്ടി ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. പാർട്ടി സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പെന്നും കടലാസും ഉണ്ടായിരുന്നല്ലോ. പിന്നെന്തേ അദ്ദേഹം ഈ പരാതി കൊടുത്തു, എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന സാധനത്തെ ഇത്തരം ഒരു വലിയ വിഷയത്തിലേക്ക് കൊണ്ടുവന്നത്? പാർട്ടി പ്രവർത്തകരുടെ വികാരത്തെയാണ് ഇയാൾ അഡ്രസ്സ് ചെയ്തതെങ്കിൽ അതാണോ കമ്മ്യൂണിസ്റ്റ് രീതി എന്ന് പറയുന്നത്? അങ്ങനെയാണോ? പരസ്യമായിട്ട് നാട്ടിൽ പറയുക, എന്നിട്ട് രഹസ്യമായിട്ട് മുഖ്യമന്ത്രിയും സെക്രട്ടറിയുമായി കൂടിച്ചേർന്ന് ഇത് ഒത്തുതീർപ്പാക്കുക എന്നതാണോ? അതിലും വലിയ രസകരമായ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അന്തസ്സുള്ള തീരുമാനമാണ് മുഖ്യമന്ത്രി എടുത്തതെന്നാണ്. എന്താ അന്തസ്സുള്ള തീരുമാനം? ADGPനെ കുറിച്ച് അന്വേഷിക്കാൻ SIക്ക് ചാർജ് കൊടുത്തു. ഭയങ്കര അന്തസ്സുള്ളതാണ്. ഇതിന് ശരിക്കും പറയേണ്ടത് അന്തംസിനുള്ള തീരുമാനം എന്നാണ്. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി MB രാജേഷ്. സർക്കാർ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട്. പറയാനുള്ളത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ടെന്നും MB രാജേഷ് പറഞ്ഞു. അക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട നടപടികളെല്ലാം മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട്. പറയേണ്ട കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ പറയേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടി സമ്മേളനങ്ങളുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ, സാർവദേശീയവും ദേശീയവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന വേദിയാണ് പാർട്ടി സമ്മേളനം. ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്ന് സംശയിക്കുന്നതായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ADGPക്കെതിരായ പരാതി അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കുന്ന തട്ടിപ്പാണ്. എന്തിനാണ് മുഖ്യമന്ത്രി ADGPയെ പേടിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു.